ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അവൽ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. മട്ട അരിയുടെ അവൽ തന്നെ വേണേ. ബ്രൗൺ കളർ അവലില്ലേ, കുറച്ച് കട്ടിയായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള അവലെടുക്കാൻ പാടില്ല. ഇത് നമുക്കൊന്ന് ഒരു ക്രിസ്പ്നെസ് വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലാതെയും ചെയ്യാം, പക്ഷെ ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു പരുവമില്ലേ, നല്ല മുരിമുരാൻ അതുപോലെ ഇരിക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു പൊട്ടുന്ന പോലെ ഇരിക്കണം, കടിക്കുമ്പോൾ പൊട്ടുന്ന പോലെ ക്രിസ്പി ആയിട്ട്. തിന്നായിട്ടുള്ള അവലെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. തടിച്ച അവൽ തന്നെ എടുക്കണം. അവൽ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ച് നിലക്കടല വറുത്ത് കൊടുക്കാം. വറുത്ത കടലയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട. ഇത് എൻ്റെ അടുത്തുള്ളത് വറുക്കാത്ത കടലയാണ്, അതുകൊണ്ട് നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. കടല ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് വളരെ കുറച്ചേ ഉള്ളൂ, അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടത്. നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി കടലേൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വയ്ക്കാം. അടുത്തതായി ചെയ്യേണ്ടത്, ഇതുപോലെ ഞാൻ പാളയം തോടൻ പഴം എടുത്തിട്ടുണ്ട്. അവൽ മിൽക്ക് ഷേക്കിന് എപ്പോഴും പാളയം തോടൻ പഴം അഥവാ മൈസൂർ പഴം അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലായിടത്തും എന്താ പേര് പറയാമെന്നറിയില്ല. മൈസൂർ പഴം എന്ന് പറയും, പാളയം തോടൻ പഴം എന്ന് പറയും. രസകദളി പഴവും നേന്ത്രപ്പഴവും ഒന്നും എടുക്കാൻ പാടില്ല. ഈ മിൽക്ക് ഷേക്കിന് ഈ പാളയം തോടൻ പഴമാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. ഒരു തവി വെച്ചിട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. ഞാനിതൊന്ന് സ്മാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതുപോലെ ഞാൻ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം പോലെ ആയിപ്പോവരുത്, കുറച്ചൊരു കട്ടിക്ക് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ കുറച്ചൊരു കുഴമ്പ് രൂപത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് ഞാൻ നന്നായി തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച പാലാണ്. കുറേശ്ശെയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നോക്കണം, അല്ലാതെ വെള്ളം പോലെ ആയി പോകാൻ പാടില്ല.
കണ്ടോ, ഇതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്കിതിനി ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ട് കാണാം. എല്ലാം കൂടെ ചേർത്തിട്ട് ഗ്ലാസ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം വറുത്ത് വെച്ച അവലിട്ട് കൊടുക്കാം. 2 സ്പൂണ് അവലിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ പഴവും പാലും കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ 1 സ്പൂണ് ബൂസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ കാഷ്യൂ നട്ട്സും നിലക്കടലയും കൂടെ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും അവൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാലും പഴവും മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് അവലിട്ട് കൊടുക്കുക. നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും ഒന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഞാൻ 3 ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് സെറ്റ് ചെയ്ത ഉടനെ തന്നെ സെർവ് ചെയ്തേക്കണം. കാരണം അല്ലെങ്കിൽ അവൽ കുതിർന്നു പോവും. ഒന്ന് കുടിക്കുമ്പോൾ ഒന്ന് ഗ്ലാസ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടിവരെ ഒന്ന് ഇളക്കി കുടിച്ചോളുക. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം കുടിക്കാൻ. പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യണം സെറ്റ് ചെയ്താൽ കേട്ടോ. താങ്ക് യു.